നമസ്കാരം. 2019 റിലീസ് ചെയ്ത ഇഷ്ക് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ അനുരാജ് മനോഹർ വീണ്ടും സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരൻ എബിൻ ജോസഫിന്റെ തിരക്കഥ. ടൊവിനോ തോമസ്, ചേരൻ, സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ. കേരള ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായത്തെ സ്ക്രീനിലെത്തിച്ച നരിവേട്ട. തിയേറ്റർ റിലീസായ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. വാക്ക് പാലിക്കുക എന്നത് ജനാധിപത്യ മര്യാദയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചിത്രം ചരിത്രം മറന്നുപോയ മനുഷ്യരിലേക്ക് കൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. യഥാർത്ഥ സംഭവത്തിൽ നിന്നും ഒരു സിനിമ എന്ന രീതിയിൽ വികസിക്കുമ്പോൾ ഡോക്യുമെൻ്ററി സ്വഭാവം ഇല്ലാതെ തന്നെ ഗംഭീരമായ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും പ്രമേയത്തിൻ്റെ മികവിൽ സോളിഡായ ഇൻറ്റൻസായ ഒരു അനുഭവമായി മാറുന്നതുമുണ്ട് നരിവേട്ട. കുട്ടനാട്ടുകാരൻ വർഗീസ് പീറ്ററിൻ്റെ ജീവിതയാത്രയാണ് നരിവേട്ട എന്ന് വേണമെങ്കിൽ പറയാം. പരീക്ഷ എഴുതലും ജോലിക്കായുള്ള കാത്തിരിപ്പുമായി നടക്കുന്ന കാലത്ത് അത്ര താല്പര്യമില്ല എങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പോലീസ് കോൺസ്റ്റബിൾ എന്ന ജോലി ഏറ്റെടുക്കേണ്ടി വരുന്നു. പോലീസ് ആയതിനു ശേഷമുള്ള കാലമാണ് സിനിമയുടെ പ്രധാന ഫോക്കസ് പോയിന്റ് എന്നിരിക്കലും ഈ കഥാപാത്രത്തിൻ്റെ ജീവിതയാത്ര കൂടി ചേരുമ്പോഴാണ് വർഗീസ് പീറ്ററിൻ്റെ സാഹചര്യങ്ങളിലൂടെയുള്ള യാത്ര പ്രേക്ഷകനും ഉള്ളുലയ്ക്കുന്ന അനുഭവമാക്കി മാറ്റുന്നത്. ടൊവിനോ തോമസ് ആണ് പ്രധാന കഥാപാത്രമായ വർഗീസ് പീറ്ററായി എത്തുന്നത്. 2 കാലഘട്ടങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പോലീസ് ആവുന്നതിന് മുന്നേയുള്ള കാലവും പോലീസ് ആയതിനു ശേഷമുള്ള കാലവും. പ്രകടനത്തിൽ പോലീസ് കാലം എന്നത് ഗംഭീരമായി തന്നെ ടൊവിനോ അടയാളപ്പെടുത്തുന്നുമുണ്ട്. വയനാട്ടിലെ സമരലോകത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്നതിൽ പ്രേക്ഷകനെ കൂടെയാണ് വർഗീസിലൂടെ അദ്ദേഹം കൊണ്ടുപോകുന്നത്. വർഗീസിന്റെ തിരിച്ചറിവുകൾ, ആ സമയത്തെ ഇമോഷണൽ സീനുകളിലൊക്കെ പ്രകടനം കൊണ്ട് ടൊവിനോ അടയാളപ്പെടുത്തുന്നുണ്ട്. ഗംഭീരമായ പെർഫോമൻസ് തന്നെയായിരുന്നു. കരിയറിൽ ചേർത്ത് വയ്ക്കാവുന്ന മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. ബഷീർ എന്ന കഥാപാത്രമായിരുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. സ്ക്രീൻ സ്പേസ് മറ്റു നോക്കുന്ന സമയത്ത് താരതമ്യേന കുറവാണെങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായി മാറുന്നുണ്ട്. ക്യാമ്പിലെ വർത്തമാനങ്ങൾ, വർഗീസുമായുള്ള സൗഹൃദവുമൊക്കെയായി ആ മൊമെന്റ്സിനെയൊക്കെ ഒരു ലൈവ് ഫീൽ നൽകി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സുരാജിന്റെ പ്രകടനം വിജയിക്കുന്നുമുണ്ട്. ചേരനാണ് ഈ ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. എഴുത്തിൽ ഈ ഒരു കഥാപാത്രത്തിന്റെ ആർക്ക് എന്നത് കിടിലനാണ്. അതിൽ ആ കഥാപാത്രത്തിന്റെ ഷെയ്ഡ്സ് ഒക്കെ എഴുത്തിൽ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുമുണ്ട്. പക്ഷേ ചേരന് എത്രത്തോളം ആ കഥാപാത്രത്തെ ലിഫ്റ്റ് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നത് ഒരു സംശയം തന്നെയാണ്. ഡയലോഗ് ഡെലിവറിയൊക്കെ കൊള്ളാം, പക്ഷേ ഓവറോൾ ഒരു പവർ എന്നത് ആ കഥാപാത്രത്തിൽ മിക്ക സ്ഥലത്തും ഫീൽ ചെയ്തില്ല. പിന്നെ ഈ കഥാപാത്രവും വർഗീസുമായുള്ള സംഭാഷണങ്ങളും പലയിടത്തും അത്ര കൺവിൻസിംഗ് ആയി അനുഭവപ്പെട്ടിട്ടുമില്ല. ആര്യ സലീം യഥാർത്ഥത്തിൽ ഏത് വ്യക്തിയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. ആ ഒരു ഫയർ ഉടനീളം ആ കഥാപാത്രത്തിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ബോഡി ലാംഗ്വേജ് ഒക്കെ ഗംഭീരം, കിട്ടിലം പ്രകടനം തന്നെയായിരുന്നു. താമി എന്ന കഥാപാത്രമായിരുന്ന പ്രണവും ആ റോള് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രത്തിന്റെ കേസിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ആ ഫയർ തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. പ്രിയമതാകൃഷ്ണന്റെ കേസിൽ പ്രകടനം കൊണ്ട് എന്നതിനേക്കാൾ ആ കഥാപാത്രത്തിന്റെ ആർക്ക് കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ടെന്ന് പറയാം. വേറെയും ഒട്ടനവധി പേര് ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ എത്തുന്നുണ്ട്. നോട്ടങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തി അവർ സിനിമയിൽ നിന്നും മാഞ്ഞു പോകുന്നുണ്ടെങ്കിലും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത വിധത്തിൽ ഗംഭീരമാക്കിയിട്ടുമുണ്ട്. ഗംഭീരമായ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് നരിവേട്ടയിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം. കുട്ടനാട്ടിൽ നിന്നും വയനാട്ടിലേക്കും അവിടുത്തെ സമര ജീവിതങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ ആ ഇടങ്ങളെ കൂടെ കൃത്യമായി അടയാളപ്പെടുത്താൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. വിഷ്വൽസ്, സൗണ്ട് എഫക്ട്സ്, പശ്ചാത്തല സംഗീതം, എഡിറ്റിംഗ്. നരവേട്ടയിൽ എത്തുമ്പോൾ അത് ആഴത്തിൽ തറക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. ജെയ്ക്സ് ബിജോയ് എന്തൊരു വർക്കാണ് എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. ആ രീതിയിലാണ് ചിത്രത്തിലെ ഇമോഷൻസിനെ പീക്ക് ലെവലിൽ കൊണ്ടുപോകുന്നത്. അവസാനത്തെ ഒരു അരമണിക്കൂർ പ്രേക്ഷകന്റെയും ഉള്ളിലേക്ക് തറയ്ക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നതിൽ ജെയ്ക്സ് ബിജോയുടെ പങ്ക് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. ഇതിനൊപ്പം തന്നെയാണ് വിജയുടെ ഛായാഗ്രഹണം. കാട് എന്നത് മോഹിപ്പിക്കുന്നതും അതേസമയം അപകടകാരിയുമാണെന്ന് പറയുന്നത് പോലെയാണ് കാഴ്ചകളും. ഒറ്റ നോട്ടം കൊണ്ട് മനുഷ്യരെ പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിനൊപ്പം തന്നെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭീകരത അതേ അളവിൽ നൽകാൻ കൂടെ സാധിക്കുന്നുണ്ട്. ഷമീർ മുഹമ്മദാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ ഈ അടുത്ത കാലത്ത് വന്നതിൽ മലയാളത്തിൽ മികച്ചത് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. കഥാപരമായി നോക്കിയാൽ വർഗീസിന്റെ കുട്ടനാടൻ ജീവിതകാലം കുറച്ചുകൂടി ഒന്ന് ക്രിസ്പാക്കാമെന്ന് തോന്നി. ഒരു യഥാർത്ഥ സംഭവത്തിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകുമ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ സിനിമയിലൂടെ പറയുമ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞും അത് പ്രേക്ഷകരിൽ അടയാളപ്പെടുത്തുന്ന ഒരു അനുഭവമാക്കി മാറ്റുക എന്നത് ചില്ലറ കാര്യമേ അല്ല. അത് ഗംഭീരമായി നിർവഹിക്കാൻ തിരക്കഥാകൃത്ത് എബിൻ ജോസഫിനും സംവിധായകൻ അനുരാജ് മനോഹറിനും സാധിക്കുന്നുമുണ്ട്. നരിവേട്ടയിലെ നരവേട്ട ആയതിനാൽ തന്നെ ആഴത്തിൽ തറക്കുന്നുമുണ്ട്. ഒരു സംഭവത്തെ സ്ക്രീനിൽ കൊണ്ടുവന്ന് തൊട്ടു തലോടി പോകാൻ നിൽക്കാതെ ഈ കാലത്തോട് അതിനെന്താണ് ഓർമ്മിപ്പിക്കാനുള്ളത് എന്നുകൂടെ ഉച്ചത്തിൽ പറയാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. സിസ്റ്റം, അതിൻ്റെ നടത്തിപ്പുകാരും അതിലെ മനുഷ്യരുമൊക്കെയായി വേട്ടക്കാരനും ഇരകളും വേട്ടയും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ വെറുതെ നമ്മളെ വിട്ടു പോകുന്നതുമില്ല. കാലത്തോടുള്ള നീതി കൂടെയാണ് കല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നരിവേട്ട. തീർച്ചയായും നരിവേട്ട നിങ്ങളെ പലതും ഓർമ്മിപ്പിക്കും. കഴിഞ്ഞുപോയ സമരങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ടെന്ന ഉറപ്പുകൂടെയാണ് നരിവേട്ട. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.